അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു സത്യവിശ്വാസിക്ക് അയാളുടെ ജീവൻ അപകടപ്പെടുന്നത് പോലെയുള്ള നിർബന്ധിത സാഹചര്യത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് സത്യനിഷേധം പ്രകടിപ്പിക്കേണ്ടി വന്നാൽ, അങ്ങനെയുള്ള നിർബന്ധിത സാഹചര്യത്തിൽ അയാളുടെ മനസ്സിൽ ശരിയായ ഈമാൻ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പുറത്തേക്ക് സത്യനിഷേധം പ്രകടിപ്പിക്കാൻ അയാൾക്ക് അനുവാദമുണ്ട് എന്നാണ് ഇന്ന് പഠിക്കുന്ന 106-ാമത്തെ ആയത്തിൽ പറയുന്നത്. മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി. ആരെങ്കിലും സത്യവിശ്വാസം കൈക്കൊണ്ട ശേഷം അള്ളാഹുവിനെ നിഷേധിച്ചാൽ, അള്ളാഹുവിനെ നിഷേധിക്കുകയാണെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇല്ലാമൻ ഉക്രിഹ, അയാൾക്ക് നിർബന്ധിക്കപ്പെട്ടാലല്ലാതെ. വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, അവൻ്റെ ഹൃദയമാകട്ടെ സത്യവിശ്വാസം കൊണ്ട് സംതൃപ്തി നേടുന്നതായിരിക്കണം. സത്യനിഷേധത്തിന് നിർബന്ധിക്കപ്പെടുമ്പോൾ താൽക്കാലികമായി രക്ഷപ്പെടാൻ പുറത്തേക്ക് സത്യനിഷേധം പ്രകടിപ്പിക്കാൻ അനുവദിക്കപ്പെടുന്നത് ഉള്ളിൽ തികഞ്ഞ ഈമാൻ ഉണ്ടായിക്കൊണ്ട് തന്നെയായിരിക്കണം എന്ന നിബന്ധനയാണ് വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, അവൻ്റെ ഹൃദയമാകട്ടെ ഈമാൻ കൊണ്ട് നിറഞ്ഞതായിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ച വിശ്വാസികളായി മുന്നേറുമ്പോൾ വിവിധ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ശത്രുക്കൾ ഭീഷണിപ്പെടുത്തുമ്പോൾ, ബഹുദൈവ വിശ്വാസികളുടെ ആരാധനാമൂർത്തികളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഭീഷണിയിലൂടെ നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ, അതുപോലെയുള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ജയ് ശ്രീറാം വിളിക്കണമെന്ന് നിർബന്ധിക്കുന്നത് നാം വാർത്തകളിൽ കാണാറുണ്ട്. മഹാനായ സഹാബി ബിലാൽ റളിയല്ലാഹു അൻഹു ഇത്തരം സന്ദർഭത്തെ അങ്ങേയറ്റത്തെ ക്ഷമയോടെയും ദൃഢവിശ്വാസത്തോടെയും നേരിട്ട മഹത്തായ ചരിത്രം നമുക്കറിയുന്നതാണ്. ചുട്ടുപഴുത്ത മണലിൽ നഗ്നനായി കിടത്തിക്കൊണ്ട് പാറക്കല്ലുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറ്റിവെച്ച് ബഹുദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അള്ളാഹു ഏകനാണ് എന്നർത്ഥം വരുന്ന അഹദ് അഹദ് എന്ന് ഉരുവിടുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസത്തിന് മുമ്പിൽ ശത്രുവിന് തോൽവിയാണ് ഉണ്ടായത്. എന്നാൽ തൻ്റെ മാതാപിതാക്കളായ യാസിറിനെയും സുമയ്യയെയും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദിച്ച് കൊന്ന ശേഷം ശത്രുക്കൾ തൻ്റെ നേരെ തിരിഞ്ഞ് ആക്രമിച്ചപ്പോൾ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഇസ്ലാം ദീനിനെ തള്ളിപ്പറയാൻ തയ്യാറായ ചരിത്രമാണ് അമ്മാർ റളിയല്ലാഹു അൻഹുവിനുള്ളത്. ആ സംഭവം കഴിഞ്ഞ് അമ്മാർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി അങ്ങനെ സംഭവിച്ചു പോയി, ഇനി എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു. എൻ്റെ മനസ്സിൽ ഉറച്ച ഈമാൻ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് അമ്മാർ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയും ചെയ്തു. അതാണ് ഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ എന്ന് പറഞ്ഞതിന് ഉദാഹരണം. താങ്കൾ ചെയ്തത് നിർബന്ധിത സാഹചര്യത്തിലായതുകൊണ്ട് താങ്കൾ കുറ്റക്കാരനാവില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാറിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. എന്നാൽ വലാക്കിൻ മൻ ശറഹ ബിൽ കുഫ്രി സദ്റൻ, എന്നാൽ ആരുടെയെങ്കിലും മാറിടം സത്യനിഷേധത്തിന് വിശാലമാക്കി കൊടുത്താൽ, എന്ന് പറഞ്ഞാൽ ഇത്തരം നിർബന്ധിതാവസ്ഥയിലോ മറ്റോ ഇസ്ലാമിനെ മനസ്സിനകത്തു നിന്നും പുറത്തു നിന്നും ഉപേക്ഷിച്ചുകൊണ്ട് സത്യനിഷേധത്തിൻ്റെ വഴിയിലേക്ക് പോയാൽ, ഉദാഹരണത്തിന് ഇസ്ലാം ഉപേക്ഷിച്ചാൽ നല്ല നല്ല സൗകര്യങ്ങളുള്ള സുരക്ഷിതമായ സുഭിക്ഷമായ ജീവിതം ശത്രുക്കൾ ഓഫർ ചെയ്യുമ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്തി ഇസ്ലാം ഉപേക്ഷിച്ച് സത്യനിഷേധത്തിലേക്ക് ആരെങ്കിലും പോയാൽ ഫഅലൈഹിം ഗളബും മിനല്ലാഹ്, അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാവും. വലഹും അദാബുൻ അളീം, അവർക്ക് ഭയാനകമായ ശിക്ഷയും ഉണ്ടാകും. ഇങ്ങനെ ചെയ്താൽ അള്ളാഹു അങ്ങേയറ്റം കോപിക്കുകയും കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യും. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, നിർബന്ധിതാവസ്ഥയിൽ തൽക്കാലം ആത്മരക്ഷയ്ക്കു വേണ്ടി സത്യനിഷേധിയായി ചമയാം എന്നത് ഒരു അനുവാദം മാത്രമാണ്. എന്നാൽ സത്യം തുറന്നു പറഞ്ഞ് രക്തസാക്ഷിത്വം വരിക്കുന്നതാവും അതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. രണ്ട്, ബലാത്കാരം, നിർബന്ധിതനായി ഒരാൾ ഒരു ഇസ്ലാമിക നിയമം ലംഘിക്കുന്നുവെങ്കിൽ മതപരിത്യാഗിയാവുകയില്ല, ശിക്ഷിക്കപ്പെടുകയുമില്ല.
മൂന്നാമത്തെ കാര്യം, ബലാത്കാരത്തിന് വിധേയമായി ആർക്കെങ്കിലും വിവാഹം ചെയ്യേണ്ടി വന്നാൽ അല്ലെങ്കിൽ വിവാഹമോചനം നടത്തേണ്ടി വന്നാൽ ആ വിവാഹമോ വിവാഹമോചനമോ ഇസ്ലാമികമായി സാധുവാവുകയില്ല. ഭൂരിപക്ഷം മദ്ഹബി പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇതാണെങ്കിലും ഹനഫി മദ്ഹബിൽ ബലാത്കാരത്തിന് വിധേയമാണെങ്കിലും വിവാഹവും വിവാഹമോചനവും ഇസ്ലാമികമായി സാധുവാകും എന്നാണ്. നാലാമത്തേത്, ബലാത്കാരമായി അന്യായമായ കാരണത്തിനു വേണ്ടി ഒരാളെ കൊണ്ട് അയാൾക്കിഷ്ടമില്ലാത്ത അയാളുടെ വസ്തുക്കൾ കച്ചവടം ചെയ്യിക്കുകയാണെങ്കിൽ ആ കച്ചവടം സാധുവാവുകയില്ല. അതായത് ഒരാളെ ബലാത്കാരമായി പിടിച്ചു വെച്ചുകൊണ്ട് അയാളുടെ മുതൽ വിൽക്കാൻ നിർബന്ധിക്കുക, അങ്ങനെ നടക്കുന്ന കച്ചവടം ഹലാലാവുകയില്ല. അഞ്ചാമത്തെ കാര്യം, ഹറാമായ ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് വഴങ്ങേണ്ടി വരുന്ന നിർബന്ധിതമായ സാഹചര്യമാണ്. ഉദാഹരണത്തിന് കള്ളു കുടിക്കാനോ പന്നിമാംസം തിന്നാനോ നിർബന്ധിക്കുക, ചെയ്തില്ലെങ്കിൽ ജീവനെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ. എന്നാൽ ഒരു നിരപരാധിയെ കൊല്ലാനോ അതുപോലെ അപകടത്തിൽപ്പെടുത്താനോ നിർബന്ധിക്കുകയാണെങ്കിൽ അതിന് ഒരു കാരണവശാലും വഴങ്ങാൻ പാടില്ല. ബഹുദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നത് വഴങ്ങുകയോ വഴങ്ങാതിരിക്കുകയോ ചെയ്യാവുന്ന നിർബന്ധിതാവസ്ഥയാണ്. ആറാമത്തേത്, ബലാത്കാരത്തിന് വിധേയരായി അവിഹിത വീഴ്ചയിൽ ഏർപ്പെടേണ്ടി വരുന്ന സ്ത്രീ പുരുഷന്മാർ കുറ്റക്കാരാവുകയില്ല. 2022 ഗുജറാത്ത് കലാപവേളയിലും മറ്റു പല അതിക്രമങ്ങൾ നടക്കുമ്പോഴുമൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏഴാമത്തേത്, ബലാത്കാരത്തിന് വിധേയമായി ചെയ്യുന്ന പ്രതിജ്ഞകൾ ശരിയാവുകയില്ല. എന്നാൽ ജീവൻ നഷ്ടപ്പെടുമെന്ന രൂപത്തിലുള്ള അപകട സാഹചര്യത്തിൽ മാത്രമേ നിർബന്ധിക്കപ്പെടുന്ന ഇസ്ലാം വിരുദ്ധമായ പ്രതിജ്ഞകൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ അറിവുകൾ നൽകി അത് പിന്തുടരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.